റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ തളർക്കുമ്പോൾ ഇതേ യുദ്ധകാലത്ത് മുട്ടിട്ടൊരു പ്രണയം കേരളത്തിൽ പൂവണിഞ്ഞു. യുക്രൈനിലെ ക്ലീവ് സ്വദേശിയായ യൂലിയ ക്ലിച്ചുവും ചേർത്തല SN പുരം മംഗളശ്ശേരി വീട്ടിൽ വിനായകമൂർത്തിയുമാണ് കഴിഞ്ഞ ദിവസം ചേർത്തല കളവങ്കോടം ശക്തീശ്വര ക്ഷേത്രത്തിൽ മിന്നും മാലയും ചാർത്തിയത്. മിസൈലുകളെയും ബോംബുകളെയും തോൽപ്പിച്ച തീവ്ര പ്രണയകാലത്തിനൊടുവിലാണ് 2 ദിവസം മുൻപ് ശിവഗിരിയിൽ ഇവർ ആചാരപ്രകാരം വിവാഹം നടത്തിയത്. ഇംഗ്ലീഷ് അധ്യാപകനായ വിനായകമൂർത്തി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോഴാണ് 2021 കീവിലെ യൂലിയെ പരിചയപ്പെടുന്നത്. അധികം വൈകാതെ യൂലിയെ കാണാൻ വിനായകമൂർത്തി യുക്രൈനിലേക്ക് പുറപ്പെട്ടു. അവിടെ സ്കൂൾ അധ്യാപകനായി ജോലി ലഭിച്ചു. പക്ഷെ അപ്പോഴേക്കും യുക്രൈനിടെ റഷ്യയുടെ യുദ്ധം തുടങ്ങിയിരുന്നു. യൂലിയുടെ അനുജത്തിയുടെ പിറന്നാൾ ദിനത്തിൽ ആഘോഷം കഴിഞ്ഞ് യൂലിയുടെ കുടുംബവും വിനായകമൂർത്തിയും രാത്രി വീട്ടിലേക്ക് മടങ്ങി വരും വഴി വീടിനടുത്തുള്ള വിമാനത്താവളത്തിൽ റഷ്യ ബോംബിട്ടു. വീടുപേക്ഷിച്ച് എല്ലാവരും പോയ കൂട്ടത്തിൽ ഇവരും ദൂരെയുള്ള ഗ്രാമത്തിലെത്തി. അവിടെ കഴിഞ്ഞ 12 ദിവസം സമീപത്തെ ആണവ നിലയം റഷ്യ തകർക്കുമെന്ന അഭ്യൂഹം പരന്നതോടെ യൂലിയുടെ പിതാവ് അനുജത്തിമാരെയും അമ്മയെയും വിനായകമൂർത്തിയുടെ കൂടെ പോളണ്ടിലേക്ക് ട്രക്കിൽ കയറ്റിവിട്ടു. പക്ഷേ ഇടയ്ക്ക് വെച്ച് വിനായകമൂർത്തിക്ക് നിയമപ്രശ്നങ്ങൾ മറികടക്കാൻ റുമാനിയയിൽ ഇന്ത്യൻ എംബസിയിൽ പോകേണ്ടി വന്നു. യൂലിയ അമ്മയോടും അനുജത്തിമാരോടും കൂടെ പോളണ്ടിലെത്തി. പിന്നീട് യൂലിയ ജർമ്മനിയിൽ അധ്യാപികയായി. വിനായകമൂർത്തി നാട്ടിലേക്ക് മടങ്ങി. ഇതിനിടെ യൂലിയ വിനായകമൂർത്തിയെ കാണാൻ 1 മാസം കേരളത്തിലെത്തി താമസിച്ചു മടങ്ങി. ഇതിനിടെ വിനായകമൂർത്തിക്ക് ഉസ്ബെക്കിസ്ഥാനിൽ അധ്യാപകനായി ജോലി ലഭിച്ചു. 2024 വിവാഹം തീരുമാനിച്ചെങ്കിലും നിയമ തടസ്സങ്ങളുണ്ടായി. തടസ്സങ്ങൾ നീക്കി 4 ദിവസം മുൻപ് പിതാവിനോടൊപ്പം ചേർത്തലയിൽ വന്ന യൂലിയ വിനായകമൂർത്തിയുടെ ജീവിത സഖിയായി മാറി. യൂലിയ 23-ന് ജർമ്മനിയിലെ ജോലി സ്ഥലത്തേക്കും പിന്നാലെ വിനായകമൂർത്തി ഉസ്ബെക്കിസ്ഥാനിലേക്കും പോകും. ചേർത്തല SN കോളേജ് റിട്ടയർഡ് പ്രൊഫസർ കൃഷ്ണമൂർത്തിയുടെയും കണിച്ചുകുളങ്ങര VNSS HSS അധ്യാപിക ദിയാസിന്റെയും മകനാണ് വിനായകമൂർത്തി.